അല്ല, ഒത്തിരി നേരമായല്ലോ നീ തപ്പിപ്പറക്കുന്നു, തിരയുന്നു. എന്തുവാ? ഒന്നും ഈ വീട്ടിൽ വച്ചെടുത്ത് കാണില്ല. വച്ചയിടത്ത് എടുത്ത സാധനം തിരികെ വെച്ചാലല്ലേ അവിടെ കാണും. ആ സ്വഭാവം നിനക്കില്ലല്ലോ. എന്തേലും പറഞ്ഞാ തുടങ്ങും ഒരു കുറ്റം പറച്ചില്. അതാണോ ഇവിടത്തെ കാര്യം? പറ ഇവിടുത്തെ കാര്യം പറ. ഞാൻ ഈ അലമാര തന്നെയാണല്ലോ വച്ചത്. അലമാരിയിൽ എന്ത് വച്ചെന്നാ? സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്ത് വിലയാ? ഈ തെരച്ചിലും സ്വർണ്ണവിലയും തമ്മില്. അയ്യോ, ഒന്ന് നിർത്തിക്കേ. ഇതിപ്പോ ഞാനെന്തോ വേണ്ടാധീനം ചെയ്ത പോലെയാണല്ലോ. തെളിച്ചു പറ, എന്തുവാ നീ നോക്കുന്നത്? 6.5 പവനാ. എന്ത്? 6.5 പവനോ? സ്വർണമാണോ? അല്ല, വെള്ളി. ഇന്നലെ പണയം എടുത്തോണ്ട് തന്നില്ലേ ആ സ്വർണം, കാണുന്നില്ല. ഓ, എവിടെ വെച്ച് നീ? നമ്മുടെ ബെഡ്റൂമിൽ അലമാരയില് ഈ കൊച്ചു ഡ്രയറിൽ. ഇതിനകത്താ ഞാൻ വെച്ചത്. അതിന്റെ താക്കോലോ? താക്കോല് നമ്മൾ അലമാര തന്നെയല്ലേ ഇടുന്നേ. അലമാരി വെച്ച് ഞാൻ 2 ലോക്കും ചെയ്തതാ. ലോക്ക് 2 ചെയ്താലും താക്കോൽ അലമാരയെ തന്നെ വച്ച നിന്റെ ബുദ്ധി. ഓ, ഇതുവരെ ഈ വീട്ടിൽ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ആരോ വന്നല്ലോ. ഒന്ന് ചെന്ന് നോക്ക് മനുഷ്യ, ആരാന്ന്. അളിയനാടി, നിന്റെ ആങ്ങള തങ്കക്കുട്ടൻ. ചേച്ചി എന്താ അളിയാ? ഒന്നും പറയണ്ട തങ്കനളിയാ. അവൾ 6.5 പവൻ പോയതിന്റെ ഷോക്കിലാ. ഞാനെങ്ങും കൊണ്ട് കളഞ്ഞതല്ല, ഈ അലമാരി തന്നെയാ വെച്ചത്. തങ്കക്കുട്ടാ, നീ കൂടി ഇരിക്കുമ്പോ അല്ലേ ചേട്ടൻ സ്വർണം തന്നതും ഞാൻ കൊണ്ടുവച്ചതും. അളിയാ, ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. നമുക്ക് കേസ് കൊടുക്കണോ അളിയാ? ഇനിയിപ്പോ പോലീസും പട്ടാളവും വരാത്ത കുഴപ്പേ ഈ വീട്ടിലുള്ളൂ. അതെ, പോലീസ് ആയാലും പട്ടാളമായാലും നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ളതല്ലേ. അളിയൻ പറഞ്ഞതാ ശരി, പരാതി കൊടുക്കാം. വേണ്ട ചേട്ടാ, ഞാനത് നോക്കിയെടുത്തോളാം. അളിയാ, ചേച്ചി അങ്ങനെയൊക്കെ പറയും. കൊടുക്കണം. എന്തു കൊടുക്കണോന്ന്? പരാതി പോലീസില്. പിന്നല്ലാതെ. വേണോടാ തങ്കക്കുട്ട? വേണം ചേച്ചി. അളിയാ, ചേച്ചിയെ പറഞ്ഞ് സമ്മതിപ്പിക്ക്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്ക് പരിചയമില്ലാത്ത കുറെ പേര് നമ്മുടെ പരിസരത്ത് കൂടി ചുറ്റി നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അവർ നമ്മുടെ അതിഥി തൊഴിലാളികളല്ലേ. പുറത്തുള്ളവരെ സംശയിക്കണം. അളിയൻ പറയുന്നത് കേട്ടാ നമ്മൾ ആരോ ചെയ്തെന്ന് തോന്നും. അളിയാ, കുന്തം പോയാൽ കുടത്തിനും തപ്പണം. ഇനി അളിയൻ വന്നില്ലേലും ഞാനിത് തെളിയിക്കും. എന്റെ കൊക്കിന് ജീവനുണ്ടോ, ഞാനിത് തെളിയിക്കും. അതെങ്ങനെ? അളിയ എന്റെ കൂടെ വന്നാ മതി. നമുക്കേ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. വാ, ഷട്ടെടുത്തിട്ട് വാന്നേ. അയ്യോ, പോലീസ് എത്തി. അളിയ, പോലീസ് നായ ഉണ്ടല്ലോ. നമ്മൾ പരാതി കൊടുത്ത സ്റ്റേഷനിൽ പോലീസ് നായ ഇല്ലായിരുന്നല്ലോ. പിന്നിത്. അതെ, SP ഓഫീസിൽ ഒരു സാറ് എൻ്റെ കൂടെ പണ്ട് ട്യൂട്ടോറിയലിൽ അധ്യാപകനായിരുന്നു. ഞാൻ അതുവഴി ഒന്ന് പ്രസ് ചെയ്തു, അതായിരിക്കും. ഈ വീട്ടിൽ നിന്നാണോ സ്വർണ്ണ മോഷണം പോയത്? ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാ. അതെ സാറേ. എത്ര ഉണ്ടായിരുന്നു? 6.5 പവൻ. എവിടെന്നാ മോഷണം പോയത്? അത് സാറേ, ഞങ്ങളുടെ ബെഡ്റൂമിലെ അലമാരേന്നാ. അലമാര പൂട്ടിയിരുന്നില്ലേ? ഓ. താക്കോൽ ആരുടെ കൈവശമായിരുന്നു? താക്കോൽ അതിൽ തന്നെ ഇട്ടിരിക്കുമായിരുന്നു സാറേ. ബെസ്റ്റ്. അതൊക്കെ സുരക്ഷിതമായി വച്ചുകൂടെ? ആരെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയം? ഇല്ല സാറേ. അല്ല സാറേ, ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് ഇപ്പൊ ഒത്തിരി തൊഴിലാളികൾ വരുന്നുണ്ടല്ലോ, അവരാരെങ്കിലും? അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതിരിക്കട്ടെ, ഇയാളാരാ? എന്റെ ആങ്ങള. എന്റെ അളിയനാ സാറേ, തങ്കക്കുട്ടൻ. എല്ലാവരും മാറി പുറത്തു നിൽക്ക്. നായ മണം പിടിക്കട്ടെ. ഇതല്ലേ ആലമാര? അതെ സാറേ. അയ്യോ ചേട്ടൻ, അലമാരയിലെ മണം പിടിച്ചിട്ട് പോലീസ് നായ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഇവിടെ നമ്മൾ 3 ആളല്ലേ ഉള്ളൂ. നമ്മുടെ അടുത്തേക്കാണല്ലോ ഭഗവാനെ വരുന്നത്. ഇനി ചിലപ്പോ പരാതി കൊടുത്തവരുടെ മണം പിടിക്കാനാണെങ്കിലും അളിയ. പെങ്ങളെ, നിങ്ങളുടെ നേർക്കല്ല, ആ ജീവി എന്റെ നേർക്കാ വരുന്നത്. അളിയനെന്നെ മുമ്പ് നിൽക്കാമോ? എനിക്ക് നായിയെ പേടിയാ, പ്രത്യേകിച്ച് പോലീസ് നായിയെ. അത് തങ്കക്കുട്ടന്റെ ദേഹത്താണല്ലോ ചാടി വീണത്. അളിയാ, തങ്കക്കുട്ട, നീ? സമ്മതിച്ചു സാറേ, സമ്മതിച്ചു. ഞാൻ അലമാര തുറന്ന് സ്വർണ്ണം എടുത്തത്. എവിടെ ഒളിപ്പിച്ചു? മുറ്റത്തെ കൊച്ചുപാവിന്റെ ചുവട്ടില് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് സാറേ. പിടിപിടിക്ക് സാറേ, പിടിപിടിക്ക്. അയ്യോ, വായടക്കടാ. 24 മണിക്കൂറും കൂടെ നിന്ന നിനക്ക് നിന്റെ അളിയനെയും പെങ്ങളെയും പറ്റിക്കാൻ പറ്റും. ആ പണി ഇതിനോട് വേണ്ട. ഇതേ ഐറ്റം വേറെയാ, കേരള പോലീസ് നായ. എന്നാലും എന്റെ തങ്കക്കുട്ടാങ്ങളെ വേലി തന്നെ വിളവ് തിന്നുവെന്ന് കരുതിയില്ലടാ. പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്. രചന N സുരേഷ് തൃക്കുന്നപ്പുഴ.